എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെല്ലാവരും ടെലിഫോണിൽ സംസാരിക്കുന്നവരാണ്, അല്ലേ? മൊബൈൽ നമ്മുടെ ആധുനിക കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ മൊബൈൽ ഫോൺസ്. നമ്മൾ എത്രയോ മനുഷ്യരോട്, വ്യക്തികളോട് ഒരു ദിവസം സംസാരിക്കുന്നു. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ചില മനുഷ്യരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് വളരെ ഹൃദ്യമായി അവരുടെ ശബ്ദം കേൾക്കുവാനും മറുപടി പറയുവാനും കഴിയും. ആ വാക്കുകളിൽ നമ്മെ ശ്രദ്ധിക്കുന്നതിൻ്റെ താല്പര്യം അറിയാം. ആ വിഷയത്തിലുള്ള അവരുടെ ആ ഒരു പ്രത്യേക പരിഗണന, അത് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമ, ഇതെല്ലാം ശബ്ദത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ വാക്കിൽ, നമ്മുടെ ശബ്ദത്തിൽ സന്ദേശങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളിപ്പോൾ ആളിനെ കാണണമെന്നില്ല. നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ആളിനെ കാണില്ലല്ലോ. അപ്പോൾ നമ്മുടെ വാക്കുകൾ മറുവശത്തിരിക്കുന്ന ആളിനോട് നാം എപ്രകാരമാണ് കൺവേ ചെയ്യുന്നത് എന്ന് നാം ഒന്ന് ശ്രദ്ധിച്ചാൽ പലപ്പോഴും നമ്മളുടെ സംസാര രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിയും. ചിലപ്പോൾ നാം ആയിരിക്കുന്ന മൂഡ്, നമ്മുടെ അവസ്ഥ ശരിയല്ലെങ്കിൽ, നാം സംസാരിക്കുന്നവർ മറുവശത്ത് നിന്ന് നന്നായിട്ട് സംസാരിച്ചിട്ട് പോലും പലപ്പോഴും ചിലപ്പോൾ നമുക്ക് മറുപടി കൃത്യമായി നന്നായി പറയുവാൻ കഴിയാറില്ല. കാരണം നമ്മുടെ മനസ്സങ്ങനെ ചഞ്ചലമായിരിക്കുകയാണ്. മനസ്സ് വല്ലാതെ വേദനിച്ചിരിക്കുകയോ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഷയ്ക്ക്, ടോണിന് ഒക്കെ വ്യത്യാസങ്ങളുണ്ടാകും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം എപ്പോഴും നമ്മുടെ വാക്കുകളിൽ നാം സംസാരിക്കുമ്പോൾ അതിൽ നമ്മൾ ഇൻവോൾവ് ആകുകയും നാം കൊടുക്കുന്ന മറുപടിയിൽ മറുവശത്തുള്ള ആൾ എപ്രകാരമാണ് പറയുക. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ മറുവശത്തുള്ള ആൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, ചിലവരുമായിട്ട് ഫോൺ എടുത്ത് അവരുടെ ആ ടോൺ ഒരു ആർട്ടിഫിഷ്യൽ ഗൗരവം, വേണ്ടാത്ത ഒരു ധാർഷ്ട്യത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ ഭാവമൊക്കെ നമ്മളുടെ ചെവിയിലോട്ട് കേട്ടാൽ നമുക്ക് ഒരു വല്ലാത്ത ഒരു ദേഷ്യം, അല്ലെങ്കിൽ നമുക്ക് മറുപടി കൊടുക്കാൻ ഒരു ഇഷ്ടം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം ആ ആളിന്റെ സംസാരിക്കുന്ന രീതി നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ അങ്ങനെയാണെങ്കിലോ മറുവശത്തുള്ള ആൾ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ സംസാര ഭാഷയിൽ ഒരല്പം മിതത്വം നമ്മൾക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞാൽ അത് വളരെ മാറ്റങ്ങളുണ്ടാക്കി അത് കേൾക്കുന്നവർക്ക് അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ അതൊരു സന്തോഷവുമാണ്. ഞാൻ പലപ്പോഴും പലരും പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്, ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, നേരിട്ടല്ല മൊബൈലിൽ കൂടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്തുമാത്രം ആശ്വാസം, സമാധാനം, വളരെ പ്ലസൻ്റായിട്ടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. വളരെ വീണ്ടും സംസാരിക്കുവാനായിട്ട് തോന്നി. നമ്മളെക്കുറിച്ച് അങ്ങനെ ആണോ മറ്റുള്ളവർ പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ വ്യക്തികളെ കാണാതെയുള്ള മൊബൈൽ ഫോണിൽ കൂടെയുള്ള സംസാരത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും അനേകരുടെ ജീവിതത്തിലും ഉണ്ടാക്കുവാൻ സാധിക്കും. ഗോഡ് ബ്ലെസ് യു.